വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല കേരളത്തിൻ്റെ കണ്ണീർ കാഴ്ചയായി മാറിയിട്ട് 24 മണിക്കൂർ പിന്നിടുകയാണ്. എങ്ങും ദുരന്ത കാഴ്ചകൾ മാത്രം കാണുമ്പോൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കേരളം. ഇനിയും ഏറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ സുരക്ഷിതരായി പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അതുല്യ നൽകും. അതുല്യ, മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തേക്ക് എത്തിക്കാനുള്ള എല്ലാവിധത്തിലുള്ള മാർഗങ്ങളും തേടുകയാണ് സർക്കാർ. കൂടുതൽ സേനാംഗങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിൽ സഹായകമാകും. അവർക്ക് അവിടേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. സുരക്ഷിതരായി ഈ ആളുകളെല്ലാം തന്നെ സുരക്ഷിതരാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതിനാണ് മുൻഗണന നൽകേണ്ടത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ എവിടം വരെയായി? നിലവിൽ ലിബീഷ് ഈ ആർമി 4 ടീം പുഴയ്ക്കക്കരെ കയറി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പലയിടത്തായി കുടുങ്ങിക്കിടക്കുന്നത്, പ്രത്യേകിച്ചും അട്ടമലയിൽ ഇന്നലെ വിവരം പുറത്തു വന്നതനുസരിച്ച് ഒരു ഉസ്താദും ആളുകളും പള്ളിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നതായി വിവരം വന്നിരുന്നു. അവരെ ഫോൺ വഴി അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ, രാത്രി വൈകിയാണെങ്കിലും അവരുമായി ബന്ധപ്പെടാൻ കഴിയുകയും അവരെ എങ്ങനെ പുറത്തെത്തിക്കാം എന്ന കാര്യത്തിൽ ഒരു റൂട്ട് തയ്യാറാക്കാനും ഈ NDRFൻ്റെയും അതുപോലെ തന്നെ ആർമിയുടെയും DSCയുടെയും എല്ലാം സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ അവർ 4 ടീമുകളായി തിരിഞ്ഞിട്ടുള്ള ഈ പുഴയ്ക്ക് അക്കരെ കയറി അട്ടമലയിൽ നിന്ന് അവരെ പുറത്തെത്തിക്കാനുള്ള ആ റൂട്ട് മാപ്പ് അല്ലെങ്കിൽ അതിനായി തയ്യാറാക്കിയ ഒരു പദ്ധതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ 4 സംഘങ്ങളായി തിരിഞ്ഞാണ് ദൗത്യ സംഘം തിരച്ചിൽ നടത്തുന്നത് എന്ന് പറയുമ്പോൾ അതിൽ കരസേനയുടെ 4 സംഘങ്ങൾ എന്നല്ല, മറിച്ച് 4 വിഭാഗങ്ങളാണ് ഇത്തവണ ഈ തിരച്ചിലിനായി രംഗത്തുള്ളത്. ഒന്ന് ദേശീയ ദുരന്ത നിവാരണ സേന അല്ലെങ്കിൽ NDRF, മറ്റൊന്ന് കരസേന, അതുപോലെ തന്നെ DSC ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് ഇന്നലെ എത്തിയിരുന്നു, അവരുടെ സംഘം, അതുപോലെ തന്നെ അഗ്നിശമന സേന. ഈ 4 വിഭാഗങ്ങളിൽ നിന്നുമുള്ളവർ ഒത്തുചേർന്ന് അല്ലെങ്കിൽ ഈ 4 വിഭാഗങ്ങളിലുമുള്ളവർ ഓരോ സംഘത്തിലും ഉണ്ടായിരിക്കും. ഇങ്ങനെ 4 സംഘങ്ങളാണ് രൂപീകരിച്ചിരിക്കുന്നത്. ആർമി ഒറ്റയ്ക്കും ഫയർഫോഴ്സ് തനിച്ചും NDRF തനിച്ചും എന്ന രീതിയിലല്ല ഈ 4 സംഘങ്ങൾ. ഓരോ സംഘത്തിലും NDRFിൽ നിന്നുള്ള ആളുകളും ആർമിയിൽ നിന്നുള്ള ആളുകളും ഫയർഫോഴ്സിൽ നിന്നുള്ള ആളുകളും DSCയിൽ നിന്നുള്ള ആളുകളും ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ എല്ലാവരും അടങ്ങുന്ന 4 സംഘങ്ങളായി വിഭജിച്ചുകൊണ്ടാണ് പോകുന്നത്. മന്ത്രി K രാജൻ നമുക്ക് വിവരം തന്നതനുസരിച്ച് ഈ ഒരു സംഘത്തിൽ തന്നെ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ ഉണ്ടാകുന്നത് രക്ഷാപ്രവർത്തനത്തിന് വിവിധ പരിശീലനം ലഭിച്ചവരുടെ ആ ഒരു പിന്തുണയ്ക്ക് കൂടുതൽ സഹായകരമാകും എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിൽ 4 സംഘങ്ങൾ, ഈ 4 വിഭാഗങ്ങളിൽ നിന്നായി 4 സംഘങ്ങളാണ് ഇപ്പോൾ പുഴയ്ക്ക് അക്കരെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെത്തിക്കുകയും പരിക്കേറ്റവർക്ക് അടിയന്തരമായി പ്രാഥമിക വൈദ്യസഹായം നൽകാനും ഈ സംഘങ്ങളെ കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. നിലവിൽ അത് തന്നെയാണ് പ്രഥമ പരിഗണനയും. അതുപോലെ തന്നെ ഡെയിലി പാലം നിർമ്മിക്കുന്നതിനായി ഉള്ള സാമഗ്രികൾ ബാംഗ്ലൂരിൽ നിന്ന് കരമാർഗം തിരിച്ചിട്ടുണ്ട്. എത്രയും വേഗം അവ ഇവിടെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ ബാംഗ്ലൂരിൽ നിന്നുള്ള സാമഗ്രികൾ എത്തുകയും പാലം നിർമ്മിക്കാനുള്ള ഉപകരണങ്ങളും അതിനുള്ള മെറ്റീരിയൽസ് അടക്കമുള്ള കമ്പി അല്ലെങ്കിൽ ലോഹഭാഗങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ ഉച്ചയ്ക്ക് മുൻപ് തന്നെ എത്തുമെന്നും ഉച്ചയോടുകൂടി ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകും എന്നാണ് കരുതുന്നത്. എന്തായാലും മഴ മാറി നിൽക്കുകയാണ്. നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട് എന്നത് ഈ പുഴ കടക്കുന്നതും അതുപോലെ തന്നെ ചളി മാറ്റുന്നതിനുമുള്ള ഒരു സഹായകമായിട്ടുണ്ട്. നിലവിൽ മഴ മാറി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉച്ചയോടുകൂടി ഈ പാലം നിർമ്മിക്കൽ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പാലം പൂർത്തിയാക്കാൻ കഴിയുകയാണെങ്കിൽ കൂടുതൽ സാധനങ്ങളടക്കമുള്ള കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെത്തിക്കാനാകാത്ത ഭാഗത്തുള്ള ആളുകൾക്ക് ഭക്ഷണവും മറ്റ് സാധനങ്ങളും എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കാൻ കഴിയും. നിലവിൽ അട്ടമലയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പള്ളിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നവർ മാത്രമല്ല, ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിലായി നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഉച്ചയോടുകൂടിയാണ് ഈ സൈന്യം എത്തി പാലം നിർമ്മാണമെല്ലാം ആരംഭിക്കുന്നത്. 5:30 പാലം നിർമ്മിക്കുന്നത്. അന്ന് തൊട്ട് ഈ ഒരു സമയം വരെ 481 പേരെ രക്ഷപ്പെടുത്താനായിട്ടുണ്ട്. 180-ലധികം ആളുകൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ന് ഈ ഒരു പാലം കൂടി നിർമ്മിക്കുന്നതോടെ കൂടുതൽ രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ആളുകളുടെ സംഖ്യ എന്ന് പറയുന്നത് ഇനിയും എന്തായാലും കൂടും എന്ന് തന്നെയാണ്. അതോടൊപ്പം
ഇപ്പോൾ ഈ തിരിച്ചറിയാതെ ഉള്ള 11 മൃതദേഹങ്ങൾ സംബന്ധിച്ച് പുറത്തു വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നലെ 9ഓളം ലയങ്ങൾ ഒലിച്ചുപോയതായി ഒരു വിവരം വന്നിരുന്നു. നിരവധി തേയിലത്തോട്ടങ്ങളും എസ്റ്റേറ്റുകളും പ്ലാന്റേഷനുകളും ഉള്ള ഒരു സ്ഥലമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നിരവധി തൊഴിലാളികൾ പണിയെടുക്കുന്ന താമസിക്കുന്ന ലയങ്ങളും എസ്റ്റേറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഈ തിരിച്ചറിയാതിരിക്കുന്ന 11 മൃതദേഹങ്ങൾ ഒരു പക്ഷേ ചിലതെങ്കിലും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടേതായിരിക്കാം എന്നൊരു സംശയം ഉയരുന്നുണ്ട്. പലരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു ലയത്തിൽ ഒരു മുറിയിൽ ഒരുമിച്ച് താമസിക്കുന്ന ഒരേ ആളുകളായിരിക്കാം മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അന്വേഷിച്ച് വരാൻ ആരും ഇതുവരെ അന്വേഷിച്ച് വരാത്ത രീതിയിൽ ഉള്ളൊരു സ്ഥിതി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവരെല്ലാവരും ഒരുമിച്ചുള്ള ആളുകളായിരിക്കാം. ആ ലയത്തിൽ നിന്നും കാണാതായവരിൽ പെടുന്ന അല്ലെങ്കിൽ ആ ഒരുമിച്ച് പണിയെടുത്തിരുന്ന അതിഥി തൊഴിലാളികളായിരിക്കാം ഈ 11 തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ എന്നാണ് കരുതുന്നത്. ഇതുവരെ ഇപ്പോൾ സമയമനുസരിച്ച് 7 മണി വരെ 129 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. അതിൽ 58 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കഴിഞ്ഞു. 151 നിലവിലെ മരണസംഖ്യ. അതിൽ 129 മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴിഞ്ഞു. ഇനി വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചികിത്സയിൽ കഴിയുന്നത് വിംസ് ആശുപത്രിയിലാണ്. ബന്ധുക്കളെയും അതുപോലെ തന്നെ കാണാതായവരെയും എല്ലാം അന്വേഷിച്ച് നിരവധി ആളുകളാണ് ഈ വിവിധ ആശുപത്രികളിലേക്ക് എത്തുന്നത്. കാണാതായവർ ആശുപത്രികളിലുണ്ടോ, തങ്ങളുടെ ഉറ്റവർ ജീവനോടെ ഉണ്ടോ എന്നെല്ലാം അറിയുന്നതിനായി നിരവധി ആളുകളാണ് ഇപ്പോൾ ആശുപത്രികളിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഒരു അറിവിലേക്കായി മേപ്പാടി ആരോഗ്യ കേന്ദ്രത്തിലും മേപ്പാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലും വിംസ് ആശുപത്രിയിലും കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റലിലും വൈത്തിരി ആശുപത്രിയിലുമായാണ് ഈ ആളുകളെല്ലാവരും തന്നെ ചികിത്സയിൽ കഴിയുന്നത്. നിലവിൽ ഈ ചികിത്സയിൽ ഇവിടെയെല്ലാമായി 186 ആളുകളുണ്ട് എന്നാണ് കണക്ക്. എന്തായാലും NDRFും അതുപോലെ തന്നെ DSCയും ആർമിയും ഫയർഫോഴ്സും അടക്കമുള്ളവരുടെ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള അനുകൂല കാലാവസ്ഥ ഇങ്ങനെ തന്നെ തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വടക്കൻ ജില്ലകളിലെല്ലാം തന്നെ നിലവിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും നിലവിൽ അവിടെ മഴ മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ കണ്ട കുത്തി ഒഴുകി വരുന്ന നദിയിൽ അല്ലെങ്കിൽ ആ ഒലിച്ചു വരുന്ന വെള്ളത്തിൻ്റെ തീവ്രത ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ മുണ്ടക്കൈ പുഴയിലായാലും അതുപോലെ തന്നെ താൽക്കാലിക പാലം നിർമ്മിച്ചിരിക്കുന്ന ആ വെള്ളക്കെട്ടിന് കുറുകെ ആയാലും അതിലെ ജലനിരപ്പ് ഒന്ന് താഴുകയും ആ ഒഴുക്കിൻ്റെ ശക്തി കുറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ മഴയില്ലാതെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വെള്ളത്തിൻ്റെ ശക്തി കുറയും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ രക്ഷാപ്രവർത്തനം ഒന്നുകൂടി എളുപ്പമാകും. മാത്രമല്ല ഈ ഒലിച്ചു വരുന്ന വെള്ളത്തിനടിയിൽ അല്ലെങ്കിൽ ചളിയിൽ പുതങ്ങിയ ഈ വെള്ളത്തിനടിയിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന സംശയം ഇപ്പോൾ ആർമിയുടെ ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ ചെളി നിറഞ്ഞ് കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന വെള്ളമായതിനാൽ തന്നെ മൃതദേഹങ്ങൾ അടിത്തട്ടിലുണ്ടോ എന്ന് പരിശോധിക്കുക സാധ്യമല്ല. മണ്ണ് മാറ്റി പരിശോധിക്കുന്നത് പോലെ എളുപ്പമല്ല ഈ കുത്തൊഴുക്കുള്ള വെള്ളത്തിൽ ഇറങ്ങിക്കൊണ്ട് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഒന്ന് താഴുകയാണ്. ഒഴുക്കിൻ്റെ വേഗത്തിന് ഒരു ശമനം വരികയാണെങ്കിൽ ഈ വെള്ളക്കെട്ടിനടിയിൽ അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാവുകയുള്ളൂ. നിലവിൽ ആ ഒരു സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒഴുകിപ്പോകുന്നതിനിടയ്ക്ക് പാറക്കെട്ടും അതുപോലെ തന്നെ നിരവധി പ്രതിബന്ധങ്ങളും ഉണ്ടായിരിക്കാം. ഇടയിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതാണ് പരിശോധിക്കാനുള്ളത്. ആ പരിശോധനയും ഇത്തരത്തിൽ ഉച്ചയോടുകൂടി മഴ മാറി നിൽക്കുകയാണെങ്കിൽ ആരംഭിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും ഈ രക്ഷാപ്രവർത്തനങ്ങളും സ്ഥിതിഗതികളും എല്ലാം വിലയിരുത്തുന്നതിനായി വയനാട് സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിലായിരിക്കും സന്ദർശനം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ദ്രുതഗതിയിലാണോ രക്ഷാപ്രവർത്തനം എന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ഒന്നുകൂടി തിരച്ചിൽ നടപടികൾ അടക്കമുള്ളവ ഊർജിതമാക്കുന്നതിനും പുനരധിവാസം അടക്കമുള്ള പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായാണ് ഇവർ എത്തുന്നത്. എന്തായാലും നിലവിൽ ഒരു ഗ്രാമം അപ്പാടെ ഒലിച്ചു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഒരു ദുരന്തത്തിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ആളുകളുടെ എല്ലാം പുനരധിവാസമാണ്. അത്തരം കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നതിനും ആളുകളെ സന്ദർശിക്കുന്നതിനുമായാണ് ഗവർണറും മുഖ്യമന്ത്രിയും എത്തുക. അതേസമയം അത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് അതുല്യ. പക്ഷേ അതിനു മുമ്പ് ഈ അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതിലാണ് ഏറ്റവും
മുൻഗണന നൽകേണ്ടത്. നമുക്കറിയാം വളരെ മനോഹരമായൊരു ഭൂപ്രദേശമായിരുന്നു അത്. ആ ഭൂപ്രദേശം മുഴുവൻ ഒലിച്ചുപോയ ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഒരു കണ്ണീർ കാഴ്ച മാത്രമായി ആ പ്രദേശം മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെയായിരുന്നു 2019 ഓഗസ്റ്റ് 8 നടന്ന ആ പുത്തുമല ദുരന്തം എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 8 വയനാടിനെ പിടിച്ചുലച്ച് പുത്തുമലയിലേക്ക് ദുരന്തം പെയ്തിറങ്ങിയത്. ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾക്ക് 5 വർഷം തികയാൻ ഒരാഴ്ച മാത്രം ശേഷിക്കുകയാണ്. വയനാടിനെ കണ്ണീരിലാഴ്ത്തി ചൂരൽമലയിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ആ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി. 2019 ഓഗസ്റ്റ് 8 ഒരു ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കിയ പുത്തുമല ദുരന്തം. അന്ന് കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളിൽ ഒന്നായിരുന്നു അത്. നിലമ്പൂർ കവളപ്പാറയിൽ ഉരുൾപൊട്ടി മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പുത്തുമലയിലും മലവെള്ളപ്പാച്ചിലുണ്ടാവുകയായിരുന്നു. വൈകിട്ട് മലവെള്ളം കുത്തിയൊഴുകിയെത്തിയപ്പോൾ ജീവൻ നഷ്ടമായത് 17 പേർക്ക്. 57 വീടുകൾ പൂർണ്ണമായി മണ്ണെടുത്തപ്പോൾ ഒഴുകിയെത്തിയ ഉരുളിൽ ഒലിച്ചുപോയത് ഒരു ഗ്രാമം തന്നെയായിരുന്നു. 2 ദിവസം തിമിർത്തു പെയ്ത മഴയ്ക്ക് പിന്നാലെയായിരുന്നു പുത്തുമലയിൽ ആ ദുരന്തം സംഭവിക്കുന്നത്. അന്ന് 550 മില്ലിമീറ്റർ മഴ പുത്തുമലയ്ക്ക് മുകളിൽ പെയ്തുവെന്നാണ് കണക്ക്. ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാതിരുന്ന മനുഷ്യരും അവരുടെ വീടുകളും വളർത്തുമൃഗങ്ങളുമെല്ലാം മണ്ണിനടിയിലായി. കാണാതായ 5 പേർ എവിടെയെന്നത് വയനാടിന്റെ നെഞ്ചിൽ ഇപ്പോഴും നൊമ്പരമായി അവശേഷിക്കുന്ന ഒന്നാണ്. അതിന്റെ നടുക്കത്തിൽ നിന്നും വേർപാടിന്റെ വേദനയിൽ നിന്നും മുക്തമാകുന്നതിനിടയിലാണ് ചൂരൽമല ദുരന്തം. ദുരന്ത ഭൂമിയായി വീണ്ടും വയനാട്. പുത്തുമല ദുരന്തം നടന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയാണ് ചൂരൽമല. പുലർച്ചെ 1 മണിയോടെ മുണ്ടക്കൈ ടൗണിലാണ് ആദ്യം ഉരുൾപൊട്ടലുണ്ടായത്. പിന്നീട് അതിന് സമീപത്തായി ചൂരൽമലയിലും ഉരുൾപൊട്ടി. കുതിച്ചെത്തിയ ചെളിയും വെള്ളത്തിലും മുണ്ടക്കൈ ചൂരൽമല ഒന്നാകെ ഒലിച്ചുപോയി. പലയിടത്തും പാറക്കല്ലുകളും ചെളി നിറഞ്ഞ മലവെള്ളപ്പാച്ചിലിന്റെ അവശേഷിപ്പുകളും മാത്രം. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ 100-ലധികം പേർ മരിച്ചു. പലരെയും കാണാതായി. നിരവധി പേർക്ക് പരിക്കേറ്റു. ആ ദുരന്ത ഭൂമിയിൽ നിന്നും കരകയറാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. അതുല്യ, പുത്തുമല ദുരന്തത്തിൻ്റെ ആ ഒരു ഞെട്ടലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമുക്കറിയാം ആ പ്രദേശങ്ങൾ തമ്മിൽ വലിയ ദൂരവ്യത്യാസമൊന്നുമില്ല. എത്ര ആളുകളാണ് അവരുടെ ജീവിതവും അവരുടെ ജീവനോപാധിയും ഒരു ആയുഷ്കാലത്തെ സമ്പാദ്യവും ഒക്കെ നഷ്ടപ്പെട്ട് നിസ്വരായി നിൽക്കുന്നത് എന്നുള്ളത് വളരെ കണ്ണീരണിയിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കേരളം മുഴുവൻ അവരോട് ഒപ്പം തന്നെ ഉണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ അറിയേണ്ടത് എത്ര പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ ഒരു കൃത്യമായൊരു കണക്കുകൾ ലഭ്യമല്ല. സർക്കാർ പറയുന്നത് 100-ൽ താഴെ 96 ആളുകളെയാണ് എന്നാണ്. എന്നാൽ അവിടുത്തെ ആളുകൾ പറയുന്നത് 200-ലധികം പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ്. അവിടെ ഒരു തോട്ടം മേഖലയാണ്, റിസോർട്ടുകളുണ്ട്, ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്, മറ്റ് ഇടങ്ങളിൽ നിന്നും വിനോദസഞ്ചാരത്തിന് വന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു കണക്ക് ലഭ്യമാകുക പ്രയാസമായിരിക്കും. എങ്കിൽ പോലും ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ, റിസോർട്ടുകളിലും മറ്റും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കുറേ പേരെയൊക്കെ ഇന്നലെ തിരിച്ച് ഇവിടേക്ക് കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുള്ളത്. അവരിൽ എല്ലാവരും തന്നെ സുരക്ഷിതരാണെന്ന് ആണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ എത്തുമ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് എത്രത്തോളം ഗതിവേഗം കൈവരും? ലിബീഷ്, ഈ കണക്കുകൾ, കൃത്യമായ കണക്കുകൾ ഇല്ലാത്തത് തന്നെയാണ് ഈ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇന്നലെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ തുടക്കം മുതൽ നേരിട്ടിരുന്ന ഒരു വലിയ വെല്ലുവിളിയായിരുന്നു കൃത്യമായൊരു കണക്ക് ലഭിക്കാത്തത്. നിലവിൽ മന്ത്രി കെ രാജൻ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പറയുന്ന 211 എന്ന കണക്ക് പലപ്പോഴായി ജില്ലാ ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസിലേക്ക് ലഭിച്ച ഫോൺ കോളുകളിൽ നിന്നും അതുപോലെ ലഭിച്ച പരാതികളിൽ നിന്നുമുള്ള ഒരു കണക്കാണ്. ഇതിൽ പലതും ഒരുപക്ഷെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ആശുപത്രിയിൽ കഴിയുന്നവരടക്കമുള്ള ആളുകളുടെ എണ്ണം അതിൽ നിന്ന് കുറയും എന്നാണ് മന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് ഈ 98 എന്ന ഔദ്യോഗിക കണക്കിലേക്ക് സർക്കാർ എത്തുന്നത് അങ്ങനെയാണ്. വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരും അതുപോലെ തന്നെ ജില്ലയ്ക്ക് പുറത്തു പോയിരുന്നവർ എന്ന രീതിയിലുള്ള ഒരു കണക്കെടുപ്പിൻ്റെ പുറത്താണ് ഈ 211 എന്ന കണക്കിൽ നിന്ന്, അനൗദ്യോഗിക കണക്കിൽ നിന്ന് 98 എന്നൊരു കണക്കിലേക്ക് സർക്കാർ എത്തുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇനി സുരക്ഷിതമായി കഴിയുന്നു എന്ന് വിവരം ലഭിച്ചിട്ടുള്ള ആളുകളെ കൂടി എത്തിക്കുന്ന മുറയ്ക്ക് ഈ കണക്കിൽ ഒരു കുറവ് വരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ നമുക്ക് കൃത്യമായി ഒന്നും തന്നെ പ്രവചിക്കാനോ വ്യക്തത വരുത്താനോ കഴിയില്ല. കാരണം ഈ പറഞ്ഞതുപോലെ നിരവധിയായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്, റിസോർട്ടുകളുണ്ട്, തൊഴിൽ തേടി അവിടെ എത്തിയ നിരവധി പേരുണ്ട്. ലയങ്ങളിലടക്കം തന്നെ ഈ തോട്ടങ്ങളിലടക്കം തൊഴിൽ തേടി എത്തിയ നിരവധി പേരുണ്ട്. ഇവരിൽ എത്ര പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ യാതൊരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു കണക്കെടുപ്പ് നിലവിൽ നമുക്ക്
സാധ്യമല്ല. അതിന് ഇത്തരത്തിൽ ജില്ലാ കളക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റേഷൻ കാർഡുകൾ വഴിയും തൊഴിൽ നൽകുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് വഴിയും അടക്കമാണ് അത്തരത്തിലുള്ള ഒരു വിവരശേഖരണം സാധ്യമാവുകയുള്ളൂ. എന്തായാലും മുഖ്യമന്ത്രിയും ഗവർണറും എത്തുന്നതോടുകൂടി ഈ പരാതികളടക്കമുള്ള കാര്യങ്ങൾക്ക് പരിഹാരത്തിന് ഒരു ഊർജ്ജം കൈവരും എന്നാണ് കരുതുന്നത്. ക്യാമ്പുകളിൽ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവരടക്കമുള്ളവർ നിരന്തരമായി ഉദ്യോഗസ്ഥരെ ഫോണിലടക്കം ബന്ധപ്പെടുകയും തങ്ങളുടെ ബന്ധുക്കളെ കാണാനില്ലെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ആശുപത്രികളിൽ പോയി പരിശോധിക്കാൻ കഴിയാത്തവർ നിരവധിയുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരിൽ തങ്ങളുടെ ഉറ്റവരുണ്ടോ എന്ന് തിരിച്ചറിയാത്തവരുണ്ട്. 63-ലധികം പേർ ICUവിലുണ്ട്. ഇവരിൽ പലരെയും ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മന്ത്രി എത്തുന്നതോടുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ ജനങ്ങളെ കണ്ട് അല്ലെങ്കിൽ അവരുമായി സംവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ ഇപ്പോഴുള്ള രക്ഷാപ്രവർത്തനത്തിന് ഒന്നുകൂടി ഒരു ഊർജ്ജം കൈവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രക്ഷപ്പെടുത്തിയ ആളുകളെ കഴിയുന്ന ക്യാമ്പിലടക്കം സന്ദർശനം നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ലിബീഷ്, ഇതിൽ ഇപ്പോൾ ആശുപത്രികളിൽ നിന്ന് വരുന്ന ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ചികിത്സയിൽ കഴിയുന്നവരിൽ 5 പേർ നിലവിൽ വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇന്നലെ രക്ഷപ്പെടുത്തിയ 3 പേരുടെ നില ഗുരുതരമാണ് എന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം ഇപ്പോൾ 2 പേർ കൂടിയുണ്ട്. 5 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇവർ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. അതോടൊപ്പം തന്നെ ഈ ചികിത്സയിൽ കഴിയുന്ന 180ഓളം ആളുകളിൽ 63 പേർ ICUവിലാണ്. നിലമ്പൂർ ആശുപത്രിയിലടക്കം ആളുകൾ ചികിത്സയിലുണ്ട് എന്നാണ് ഇപ്പോൾ അവസാനമായി ലഭിക്കുന്ന വിവരം. ഇന്നലത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകമായത് ഒരു ഹെലികോപ്റ്ററിന്റെ സഹായം തേടിയിരുന്നു. ആദ്യഘട്ടത്തിൽ ആ സഹായം കാലാവസ്ഥ അനുകൂലമല്ലാതെ ഹെലികോപ്റ്ററുകൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. പിന്നീട് ഹെലികോപ്റ്ററുകൾ എത്തി കൂടുതൽ ആളുകളെ, അവശരായ ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റുന്നതിന് ഏറ്റവും കൂടുതൽ സഹായകമായിരുന്നു. ഇന്ന് ഇത്തരത്തിലൊരു എയർലിഫ്റ്റിങ്ങിന്റെ സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ടോ അവിടെ? തീർച്ചയായും ലിബീഷ്, അതിലേക്കാണ് എത്തുന്നുണ്ടായിരുന്നത്. നിലവിൽ 150 രക്ഷാപ്രവർത്തകരാണ് ഇവിടെ രക്ഷാദൗത്യത്തിനുള്ളത്. അതിന് പുറമെ ഇന്ന് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഈ എയർ ലിഫ്റ്റിംഗ് വീണ്ടും അതിനുള്ള സാധ്യത പരിഗണിക്കും എന്നാണ് ഈ ആർമിയുടെ വിഭാഗം അറിയിച്ചത്. നിലവിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആർമിയുടെ ഹെലികോപ്റ്റർ എത്തുകയും പരിക്കേറ്റവരെയും അതുപോലെ തന്നെ പ്രാഥമിക പരിഗണന വേണ്ട അടിയന്തര സഹായം ആവശ്യമുള്ളവരെ എയർ ലിഫ്റ്റ് ചെയ്തിരുന്നു. ഇന്നും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ എയർ ലിഫ്റ്റിങ്ങിൻ്റെ സാധ്യത പരിശോധിക്കും എന്നാണ് പറയുന്നത്. ഇന്നലത്തെ പോലെ തന്നെ വ്യോമസേനയുടെ എയർഫോഴ്സിൽ നിന്നുള്ള 2 സാരംഗ് ഹെലികോപ്റ്ററുകൾ തന്നെ ആയിരിക്കും ഇന്നും എത്തിക്കുക. അതിലൂടെ എയർ ലിഫ്റ്റിങ്ങിനുള്ള സാധ്യത പരിശോധിക്കാനാണ്. ഇന്നലെ കോടമഞ്ഞും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മേഘാവൃതമായ ആകാശവും മൂലമാണ് ഹെലികോപ്റ്ററുകൾക്ക് തിരിച്ചു പോകേണ്ടി വന്നത്. എന്നാൽ ഇന്ന് ഇത്തരത്തിൽ മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഏറെക്കുറെ ആകാശം തെളിഞ്ഞ ഒരു അവസ്ഥയാണുള്ളത്. മൂടൽമഞ്ഞ് അല്ലെങ്കിൽ കോടമഞ്ഞ് വലിയ രീതിയിൽ അലട്ടുന്നില്ല. ഇത്തരത്തിൽ കോടമഞ്ഞ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എയർ ലിഫ്റ്റിങ്ങിന് ഇന്ന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന് എയർ ലിഫ്റ്റിങ്ങിന് കുറച്ചുകൂടി അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് എന്ന് നമുക്ക് പറയാം. ഒരു പക്ഷേ അധികം വൈകാതെ തന്നെ ഈ എയർ ലിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നേക്കാം എന്നാണ് കരുതുന്നത്. ആർമിയിലെ ഉദ്യോഗസ്ഥർ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ട്. എയർ ലിഫ്റ്റിങ്ങിനുള്ള സാധ്യത എന്തായാലും ഇന്ന് തെളിഞ്ഞു വരുന്നുണ്ട് ലിബീഷ്. അതുപോലെ നമുക്ക് ഈ 150 അംഗ സംഘമാണുള്ളത്. നിരവധി പേർ ഈ സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായിട്ടും അവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ചില ആളുകളെങ്കിലും ഈ ദുരന്ത സ്ഥലം കാണാൻ കൂടി എത്തുമ്പോൾ അത് ആ രക്ഷാപ്രവർത്തനത്തെ സ്വാഭാവികമായിട്ടും ബാധിക്കും. അതുകൊണ്ട് തന്നെ അധികൃതർക്ക് ആ രീതിയിൽ അത് കണ്ണടച്ച് നോക്കി നിൽക്കാനാവുക. ഏതൊക്കെ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ആ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്? തീർച്ചയായും ലിബീഷ്, സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ളവർ ആർമിയോടൊപ്പമുണ്ട് എന്ന് പറയുമ്പോഴും ആളുകൾക്ക് മാത്രമല്ല, ഈ സന്നദ്ധ പ്രവർത്തനത്തിനായി എത്തുന്ന യുവാക്കൾക്ക് പോലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അവരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലും അതാണ്. ഇന്നലെ മാത്രം സന്നദ്ധത അറിയിച്ച് എത്തിയത് 5000-ലധികം പേരാണ്. വിവിധ ജില്ലകളിൽ നിന്ന്, വയനാട്ടിൽ നിന്ന് മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്നായി യുവജന സംഘടനകളും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലെയും നഗരങ്ങളിലെയും ക്ലബ്ബുകളിൽ നിന്ന് അടക്കമുള്ള ആളുകളും കോളേജ് വിദ്യാർത്ഥികളും അടക്കമുള്ളവർ ഇത്തരത്തിൽ സന്നദ്ധത അറിയിച്ച് എത്തിയിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഏത് നിമിഷവും ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഈ സന്നദ്ധ പ്രവർത്തകരെ അങ്ങനെ വിനിയോഗിക്കാനോ വിന്യസിക്കാനോ കഴിയില്ല. നിലവിൽ സേനയ്ക്കൊപ്പമുള്ള സന്നദ്ധ പ്രവർത്തകർ എന്ന് പറയുന്നത് IRWO പോലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ റിലീഫ് വിങ് അല്ലെങ്കിൽ റിലീഫ് റെസ്ക്യൂ വിങ് അടക്കമുള്ള അത്തരത്തിൽ പരിശീലനം
പരിശീലനം സിദ്ധിച്ച അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരാണ് ഈ തിരച്ചിൽ നടത്തുന്നത്, അല്ലാതെ മറ്റ് സാധാരണ സംഘടനകളല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു സ്ഥലത്ത് ആളുകളെ വിന്യസിക്കുന്നതിൽ ഒരു അപകടത്തിൻ്റെ ഒരു ഭീഷണി അല്ലെങ്കിൽ അപകടത്തിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാരായ ഒരു സന്നദ്ധ പ്രവർത്തകൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷെരീഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ശ്രീ ഷെരീഫ്, താങ്കൾ ഇപ്പോൾ ഏത് ഭാഗത്താണുള്ളത്? എന്താണ് അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം? ഈ പാലം തകർന്നിരിക്കുന്ന ആ ഒരു പ്രദേശത്ത് തന്നെയാണ്. കാരണം വെച്ചാൽ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം ഇതുവരെ ആയിട്ടില്ല. നിലവില് ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കാരണം നമ്മൾ കാണുന്ന ചിത്രങ്ങളെക്കാട്ട് ഭയാനകമാണ് നേരിട്ടുള്ള കാഴ്ചകൾ. കാരണം പല ആളുകളും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഒരു 9 മണിയോട് കൂടിയാണ് ആളുകളെല്ലാം ഈ കുടുങ്ങിക്കിടക്കുന്നതും അതേപോലെ പല വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത, കാരണം ചുറ്റും മണ്ണും കല്ലും അടിഞ്ഞ് ഈ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പോലും അറിയാൻ അവർക്ക് പുറത്ത് കടക്കാനോ അല്ലെങ്കിൽ ഒന്ന് സഹായം എത്തിക്കുവാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് സന്നദ്ധ പ്രവർത്തകരായ ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവരെ എങ്ങനെ പുറത്തെത്തിക്കാന്നുള്ള ഒരു ചിന്തയേറ്റം നടക്കുമ്പോഴാണ് നമ്മുടെ ഈ പറയുന്ന NDRFന്റെ ആണെങ്കിലും അതേപോലെ സൈനിക സഹായമായാലും മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരായാലും അവരെല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം വീടുകളിൽ നിന്നും പുറത്തെത്തിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. ഏകദേശം നമ്മളൊരു രാത്രി 9 മണി വരെ ഈ ഒരു പ്രവർത്തനം തുടർന്നു. കുടുങ്ങി കിടക്കുന്ന എല്ലാവരെയും പുറത്തെത്തിച്ചു. പക്ഷേ മണ്ണിനടിയിൽ കിടക്കുന്ന കുറെ സഹോദരന്മാരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇന്ന് സജീവമായിട്ട് നടക്കുക. എന്തായാലും ഇപ്പോൾ ഒരു മഴ ഒഴിഞ്ഞൊരു സാഹചര്യമാണുള്ളത്. കാരണം കൃത്യമായിട്ട് നമുക്ക് തെരച്ചില് പ്രതിസന്ധി തീർത്തെന്ന് വെച്ചാൽ കുത്തിയൊഴുകുന്ന വെള്ളം തന്നെയാണ്. അപ്പൊ ഈ മഴവെള്ളപ്പാച്ചിലും അതേപോലെ ഈ ഉരുൾപൊട്ടിയ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒഴുക്കും ഈ രണ്ട് പ്രതിസന്ധികൾക്കിടയിലാണ് അവിടെ തെരച്ചിൽ പുരോഗമിച്ചത്. പക്ഷെ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ കുറവുണ്ട്. ഒരു ആശ്വാസത്തോടു കൂടി തന്നെയാണ് സന്നദ്ധ പ്രവർത്തകർ അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷെരീഫ്, ഇപ്പോഴും ചില ആളുകൾ അവിടെ ഈ റിസോർട്ടുകളിലോ മറ്റുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർ സുരക്ഷിതരാണെങ്കിൽ കൂടി അവർക്ക് അരികിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ നിലവിൽ സൈനികർ കഴിഞ്ഞ ദിവസം കവുങ്ങും മറ്റ് മരത്തടികളൊക്കെ വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പാലം, താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു. ഈ പാലത്തിലൂടെ ഒരു എന്താ പറയാ, ഒരു രണ്ടാൾക്ക് കടന്നു പോകാനുള്ള വീതിയില്ല. ഒരാൾക്ക് ഇങ്ങനെ മുന്നിൽ നടന്ന് വരിവരിയായിട്ട് പോകാവുന്ന രീതിയിലാണ് ഈ പാലത്തിന് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പാലത്തിലൂടെയാണ് ആളുകളെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവഴി കടന്ന് ശരിക്കും ഷട്ടിലടിക്കുന്ന രീതിയിൽ വാഹനങ്ങളിൽ ആളുകളെ എത്തിക്കുകയും അതേപോലെ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട്, കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ഫാമിലിനെ പുറത്തെത്തിച്ച സമയത്ത് അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഒരു തുള്ളി വെള്ളം പോലും, കാരണം ഉണ്ടായിരുന്ന ടാങ്കിലെ വെള്ളം തീരുന്ന ഒരു സാഹചര്യം, അതേപോലെ വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ട, നിലവിൽ അവിടെയുള്ള പ്രതിസന്ധി വെച്ചാൽ നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട്, വിളിച്ചാൽ പെട്ടെന്ന് കിട്ടാത്തൊരു സാഹചര്യം. അങ്ങനെ ഈ ഒരു പ്രതിസന്ധികൾക്കിടയിലാണ് ഇവരെ എന്ത് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ പുറത്തെത്തിക്കുന്നുള്ള ഒരു ആശങ്ക അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രതിസന്ധി. ശരി ഷെരീഫ്, എന്തായാലും അവരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിൽ തന്നെ നടക്കട്ടെ. നമുക്ക് എന്തായാലും ഒരു ഇടവേളയിലേക്ക് പോകാം.